നമസ്കാരം. വൈകുന്നേരം ഒരു ചായയും കടിയും കഴിക്കാത്ത മലയാളികൾ ഉണ്ടാവില്ല. എന്നാൽ ഇനി പ്രിയപ്പെട്ട പലഹാരങ്ങൾ കഴിക്കുമ്പോൾ സൂക്ഷിക്കണം. ചിലരൊക്കെ ഇനി പഴയ ആൾക്കാരല്ല എന്നാണ് പുതിയ വാർത്തകൾ വരുന്നത്. പുറത്തു വരുന്നത് നികുതി കുരുക്കിൽ അകപ്പെട്ടു പോയ നമ്മുടെ ഇഷ്ട പലഹാരങ്ങളായ പഴംപൊരിയെയും ഉണ്ണിയപ്പത്തെയും പറ്റിയാണ്. പഴംപൊരിക്ക് ഇനി മുതൽ 18%, ഉണ്ണിയപ്പത്തിന് 5% GST ഇനി നൽകണം. കേരള ബേക്കേഴ്സ് അസോസിയേഷൻ പറയുന്നതനുസരിച്ച് നികുതി ഘടനയിൽ പഴംപൊരി, വട, അട, കൊഴുക്കട്ട തുടങ്ങിയ ലഘുഭക്ഷണങ്ങൾക്ക് വ്യത്യസ്ത പരിഗണനയാണ് നൽകുന്നത്. ഹാർമനൈസ്ഡ് സിസ്റ്റം ഓഫ് നോമൻക്ലേച്ചർ എന്ന കോഡ് ഉപയോഗിച്ചാണ് നികുതി നിശ്ചയിക്കുന്നത്. പാർട്സ് ഓഫ് വെജിറ്റബിൾസ് ആൻഡ് ഫ്രൂട്ട്സ് എന്ന വിഭാഗത്തിന് കീഴിൽ വരുന്ന പഴംപൊരിക്ക് കടലമാവ് ഉപയോഗിക്കുന്നത് കൊണ്ടാണ് ഇതിനെ ഉയർന്ന നികുതി കാറ്റഗറിയിൽ ഉൾപ്പെടുത്തിയിരിക്കുന്നത്. മധുര പലഹാരങ്ങളും ലഘുഭക്ഷണങ്ങളും ചെറിയ നികുതി ഇനത്തിലാണ് ഉൾപ്പെടുത്തിയിട്ടുള്ളതെങ്കിലും അവയിലെ ചേരുവകളുടെ അടിസ്ഥാനത്തിലാണ് നികുതിയിൽ മാറ്റം വരുന്നത്. ഓരോ സാധനങ്ങൾക്കും HSN കോഡ് നൽകിയിട്ടുണ്ടാകും. അതിന്റെ അടിസ്ഥാനത്തിലാണ് നികുതി തീരുമാനിക്കുന്നത്. ആഗോളതലത്തിൽ വേൾഡ് കസ്റ്റംസ് ഓർഗനൈസേഷൻ HSN കോഡുകൾ നിർണയിച്ചിട്ടുണ്ടെങ്കിലും രാജ്യങ്ങൾക്ക് അവരുടേതായ നികുതി നിരക്കുകൾ തീരുമാനിക്കാവുന്നതാണ്. ഇന്ത്യയിൽ ഈ നിരക്കുകൾ തീരുമാനിക്കുന്നത് GST കൗൺസിലാണ്. പരിപ്പ് വട, ഉഴുന്നുവട, സവാള വട, ബോണ്ട, അട, കൊഴുക്കട്ട, കട്ട്ലറ്റ്, ബർഗർ, പപ്സ് തുടങ്ങിയവയ്ക്ക് 18% ബേക്കറികൾ നികുതി ഈടാക്കുന്നത്. പക്ഷേ ചിപ്സ്, പക്കാവട, അച്ചപ്പം, മിക്സ്ചർ, കാരസേവ, ശർക്കരപ്പേരി, ഉരുളക്കിഴങ്ങ്, കപ്പ ചിപ്സുകൾ തുടങ്ങിയവയ്ക്ക് 12% GST. പാർട്സ് ഓഫ് വെജിറ്റബിൾസ് ആൻഡ് ഫ്രൂട്ട്സ് എന്നതിന് കീഴിലാണ് പഴംപൊരി വരേണ്ടത്. എന്നാൽ കടലമാവ് ഉൾപ്പെടെ ഉപയോഗിക്കുന്നതിനാണ് ഉയർന്ന നികുതി കാറ്റഗറിയിൽ ഉൾപ്പെടുത്തുന്നത്. നികുതി പ്രശ്നം ഗുരുതരമായപ്പോൾ ബേക്കേഴ്സ് അസോസിയേഷൻ HSN കോഡുകൾ പ്രകാരം 20 ഇനങ്ങളുടെ പട്ടിക തയ്യാറാക്കി GST വിഭാഗത്തെ സമീപിച്ചു. 10,000 രൂപയടിച്ച് ഹിയറിംഗ് ബുക്ക് ചെയ്ത് പട്ടിക സമർപ്പിച്ചെങ്കിലും 9 ഇനങ്ങളുടെ മാത്രം നികുതിയിലാണ് ക്ലാരിഫിക്കേഷൻ ലഭിച്ചത്. പഴംപൊരിക്ക് 18% GST എന്ന് എവിടെയും രേഖപ്പെടുത്തിയിട്ടില്ല. ആശയക്കുഴപ്പമുള്ള സാധനത്തിന് ഉയർന്ന GST നിശ്ചയിക്കാമെന്ന വ്യവസ്ഥയാണ് കെണി. പൊറോട്ടയുമായി ബന്ധപ്പെട്ട GST കേസിലും ചേരുവകളായിരുന്നു തിരിച്ചടിയായത്. പൊറോട്ടയുടെയും റൊട്ടിയുടെയും ചേരുവകൾ, നിർമ്മാണ പ്രക്രിയ, ബേക്കിംഗ് രീതി എന്നിവ വ്യത്യസ്തമാണെന്നും അതിനാൽ പൊറോട്ടയെ റൊട്ടി ഇനമായി തരം തിരിക്കരുതെന്നുമാണ് സംസ്ഥാന സർക്കാർ കോടതിയിൽ വാദിച്ചിരുന്നത്. ബേക്കറികൾക്കാണ് ഉയർന്ന GST നിരക്ക് പ്രതിസന്ധി ഉണ്ടാക്കുക എന്ന് ഈ രംഗത്തുള്ളവർ പറയുന്നുണ്ട്. സാധാരണയായി കുടുംബശ്രീ പോലുള്ള മൈക്രോ യൂണിറ്റുകളാണ് ഇത്തരം ഉൽപ്പന്നങ്ങൾ നിർമ്മിക്കുന്നതും ബേക്കറികൾ വഴി വിൽക്കുകയും ചെയ്യുന്നത്. ചെറിയ ഷെൽഫ് ലൈഫ് ഉള്ള ഇത്തരം ലഘുഭക്ഷണങ്ങൾ വിൽക്കപ്പെടാത്തവ നിരസിക്കപ്പെട്ടാൽ ഇൻപുട്ട് ക്ലെയിമുകൾ നിഷേധിക്കപ്പെടുകയും ഗണ്യമായ സാമ്പത്തിക നഷ്ടം സംഭവിക്കുകയും ചെയ്തേക്കാം.